children, how are you? Today our maths class. Are you ready? Okay. Then what we discussed in our previous class, can you say? Yeah, that we discussed in our unit 3. There is a limit. Previous class we discussed page number 49. Add and add. Okay. Now we start page number 49. Connections. Look at the page. Connections. Connect each sum to the correct answer. Connect each sum to the correct answer. നമുക്കിവിടെ ഒരുപാട് സമ്മും അതുപോലെ ഡിഫറൻസും കാണാൻ തന്നിട്ടുണ്ട്. ഈ ഡിഫറൻസും കാണാനുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന് ആൻസേഴ്സാണ് സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ എന്താണ് പറയുന്നത്? ഏതൊക്കെ സം അല്ലെങ്കിൽ ഡിഫറൻസിൻ്റെ ആൻസേഴ്സാണ് ഇതെന്ന് നിങ്ങൾ കണ്ടെത്തുക. കണ്ടെത്താനായിട്ട് അതവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഏതൊക്കെ സം അല്ലെങ്കിൽ ഡിഫറൻസിൻ്റെ ആൻസേഴ്സാണ് ഇത് എന്ന് നിങ്ങൾ കണ്ടെത്താനായിട്ട് അതവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വൺ നോക്കൂ. 60 + 12 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 60 + 12 ഈസ് very good, 28. 60 + 12 ഈസ് ഈക്വൽ ടു 28. അപ്പോൾ 28 ആയിട്ട് കണക്ട് ചെയ്യുക. ദെൻ നൗ 39 മൈനസ് 11 എത്രയായിരിക്കും? നമുക്ക് നോക്കാം. 39 മൈനസ് 11. 9 മൈനസ് 1 ഈസ് 8. 9 മൈനസ് 1 ഈസ് 8. 3 minus 1 is 2. 3 minus 1 is 2. It's also 28. Okay. So let's connect it. Next one is 35 plus 24. എത്രയാണ്? Yeah, the answer is 59. So we can connect this 59. Next one is 79. Next one is 79 minus 20. 79 minus 20. 79 minus 20. Answer is 59. Okay. Join 59 with this question. Next നമുക്ക് നോക്കാം. The next one is 32 plus 40. 32 plus 44. 32 plus 44 is equal to എത്രയായിരിക്കും? 32 plus 44 is equal to എത്രയാ? Yes, we got the answer 76. Let's connect it. Now the next one is 98 minus 22. Now the next one is 98 minus 22. 98 minus 22 എത്രയാ? Yes, 76. 98 minus 22 76. 76 ആണല്ലേ ആൻസർ ആയിട്ട് കിട്ടുക. So here answer is 76. So let's connect. Now we have found we have solved the questions. Okay. Clear it? Clear ആയില്ലേ മക്കളെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. പേജ് നമ്പർ 15. ഹെൽത്തി ഫുഡ്. പേജ് നമ്പർ 50 നോക്കുക. ഹെൽത്തി ഫുഡ്. ഇൻ അശ്വിൻ സ്കൂൾ ചിൽഡ്രൻസ് ആർ ഗിവൻ ബനാനാസ് ആൻഡ് എഗ്സ്. അശ്വിൻ്റെ സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് ബനാനാസും എഗ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നിന്ന് നമ്മൾ അശ്വിൻ ചിന്തിക്കുന്നത് എന്താണ്? ഹൗ മെനി ബനാനാസ് ക്യാൻ ഓൾ ഓഫ് us in my school eat? How many bananas can all of us in my school eat?
എൻ്റെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും കൂടി എത്ര ബനാനാസ് കഴിക്കാൻ പറ്റും എന്നാണ് അശ്വിൻ ചിന്തിക്കുന്നത്. എന്താണ് നമ്മൾ അശ്വിൻ ചിന്തിക്കുന്നത്? എൻ്റെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും കൂടിയിട്ട് എത്ര ബനാനാസ് കഴിക്കാൻ പറ്റും എന്നാണ് അശ്വിൻ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സീ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ അശ്വിൻ സ്കൂൾ. നമ്മുടെ അശ്വിൻ്റെ സ്കൂളിൽ നമ്മുടെ അശ്വിൻ്റെ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്, അതുപോലെ ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ നോക്കൂ. ക്ലാസ് 1 58 ചിൽഡ്രൻ, ക്ലാസ് 2 57 ചിൽഡ്രൻ, ക്ലാസ് 3 54 ചിൽഡ്രൻ, ക്ലാസ് 4 55 ചിൽഡ്രൻ. Which class the most number of children? ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്? നിങ്ങൾ നോക്കൂ. ഏതാണ് കൂടുതൽ? യെസ്, 58. 58 കുട്ടികളുള്ള ക്ലാസ്സിലാണല്ലേ കൂടുതൽ? ഒന്നാം ക്ലാസ്സിലാണല്ലേ 58 കുട്ടികളുള്ളത്. ആ ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ. ഇതിലേത് ഏറ്റവും കുറവ് മക്കൾ കണ്ടില്ലേ? നോക്കൂ. 54 ആണല്ലേ. 54 ഏത് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമാണ്? യെസ്, ക്ലാസ് 3. യു ക്യാൻ റൈറ്റ് ക്ലാസ് 3. 35 children in class 1 ate eggs. Others were given 1 banana each. ക്ലാസ് 1-ന് 58 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ക്ലാസ് 1-ൽ 35 സ്റ്റുഡൻസ് എന്താ കഴിച്ചത്? എഗ്സ് ആണ് കഴിച്ചത്. ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം ബനാനാസും കൊടുത്തു. How many ate banana? അങ്ങനെയെങ്കിൽ എത്ര കുട്ടികളാണ് ബനാന കഴിച്ചത്? അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? നോക്കൂ. ആകെ ക്ലാസ്സിലുള്ളത് 58 സ്റ്റുഡൻസ് ആണ്. അതിൽ എഗ്സ് കഴിച്ചത് 35 സ്റ്റുഡൻസ് ആണ്. സോ 58 - 35 എത്രയാ? 58 - 35 ഈസ് 58 - 35. 8 - 5 ഈസ് 3. 5 - 3 ഈസ് 2. So 23 students. 23 students ate banana. Next, in each of class 2 and 3, 32 children ate eggs and the others ate banana. ക്ലാസ് 2-ലെയും 3-ലെയും കുട്ടികൾ 32 ചിൽഡ്രൻസ് ate eggs. ക്ലാസ് 2-ലെയും 3-ലെയും കുട്ടികൾ എന്താണ് കഴിച്ചത്? എഗ്സ് കഴിച്ചല്ലേ. 2-ലെയും 3-ലെയും കുട്ടികൾ 32 കുട്ടികൾ എഗ്സ് ആണ് കഴിച്ചത്. ക്ലാസ് 2-ൽ 32 കുട്ടികൾ എഗ്സ് കഴിച്ചു. ക്ലാസ് 3-ലും 32 കുട്ടികൾ എഗ്സ് കഴിച്ചു. ബാക്കിയുള്ള എല്ലാ കുട്ടികളും ബനാനാസ് ആണ് കഴിച്ചത്. In class 4, all the children ate eggs. ക്ലാസ് 4-ൽ 55 സ്റ്റുഡൻസ് ഉണ്ട്. 55 സ്റ്റുഡൻസും എല്ലാം തന്നെ എഗ്സ് ആണ് കഴിച്ചത്. നോക്കൂ, താഴെ നോക്കൂ. Fill in the tab. 1. Number of children who ate eggs. എത്ര കുട്ടികളാണ് എഗ്സ് കഴിച്ചത്? എത്ര കുട്ടികളാണ് എഗ്സ് കഴിച്ചത് എന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതണം. അവിടെ എഴുതേണ്ടത് എത്ര കുട്ടികളാണ് എഗ്സ് കഴിച്ചത് എന്നാണ്. ഓരോ ക്ലാസ്സിനും അനുസരിച്ച് വേണം നമ്മളവിടെ എഴുതാൻ. നെക്സ്റ്റ് വൺ ഈസ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു എയ്റ്റ് ബനാനാസ്. ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികൾ ബനാനാസ് കഴിച്ചു എന്നാണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. And here we have to find the total. So class 1 number of children who ate eggs. ക്ലാസ് 1-ൽ എത്ര കുട്ടികളാണ് എഗ്സ് കഴിച്ചത്? യെസ്, 35. Here we have given 35 children in class first 8. So we can write here 35. Now in class 2,
How many children ate eggs? Class 2-ലും 3-ലും 32 children ate eggs. So in class 2, 32 children ate eggs. And in class 3 also 32 children. In class 4, how many children ate eggs? എത്ര കുട്ടികളാണ് എഗ്സ് കഴിച്ചത് നമ്മുടെ 4ാം ക്ലാസ്സിൽ? യെസ്, ക്ലാസ് 4-ലെ ഓൾ ദ ചിൽഡ്രൻ, എല്ലാ കുട്ടികളും എന്താ കഴിച്ചത്? എഗ്സ് അല്ലേ? ക്ലാസ് 4-ൽ എത്ര കുട്ടികളുണ്ട്? 55. So we can write here 55. In the next column we have to write number of children who ate bananas. ഓരോ ക്ലാസ്സിലെയും ബനാനാസ് കഴിച്ച കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാവരും ചെയ്ത് കാണിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക, മിസ്സ് പറഞ്ഞു തരും. അവിടെ ബനാനാസ് എത്ര കുട്ടികൾ കഴിച്ചു എന്നും ടോട്ടൽ എത്രയാണെന്നും നിങ്ങൾ എഴുതിയിട്ട് മിസ്സിനെ കാണിച്ചു തരണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിലും മിസ്സിനോട് പറഞ്ഞാൽ മതി, മിസ്സ് ചെയ്ത് കാണിക്കാം. ഇത് നിങ്ങൾക്ക് അറിയോ നോക്കാൻ വേണ്ടിയിട്ടാണ് മിസ്സ് പറഞ്ഞത് നിങ്ങളോട് ചെയ്യാൻ. ഓക്കെ, ടോട്ടൽ നമ്പർ എത്രയാണെന്നും എഴുതണം. So that's all for today's class. Let's wind up. We will meet in the next class. Bye. See you.